പത്തനംതിട്ട മാമൂട്ടിൽ 4 മണിക്കൂറോളം ഒരു അമ്മച്ചി കിണറ്റിൽ പെട്ടുപോയി. 87 വയസ്സുകാരിയാണ്. ഫയർഫോഴ്സ് ഇപ്പോൾ രക്ഷപ്പെടുത്തി എന്നുള്ള ആശ്വാസകരമായ വാർത്ത വരുന്നു. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 30 അടിയോളം താഴ്ചയുള്ള കിണറ്റിലെ പൈപ്പിൽ പിടിച്ച് കിടക്കുകയായിരുന്നു ഈ വയോധിക ഇത്രയും മണിക്കൂർ. രാത്രി വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് അറിയാതെ വീണുപോയത്. എന്തായാലും ഫയർഫോഴ്സ് രക്ഷപ്പെടുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, എപ്പോഴാണ് ഈ വയോധിക 87 വയസ്സുള്ള ഈ വയോധിക കിണറ്റിലകപ്പെട്ടു പോയത്? ഗുഡ് മോർണിംഗ് SKN. ഈ രാത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അബദ്ധത്തിൽ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് ഈ 87 വയസ്സുള്ള ശാന്ത വീഴാൻ സാഹചര്യമായത്. 30 അടിയോളം താഴ്ചയുള്ള കിണറായിരുന്നു. അങ്ങനെ കിണറ്റിലേക്ക് വീഴുകയും കിണറ്റിനടി അടുത്തുള്ള ഒരു പൈപ്പിൽ പിടിച്ച വയോധിക നിൽക്കുകയുമായിരുന്നു. അങ്ങനെ ഏറെ നേരം സാഹസം തുടർന്നു. പിന്നീട് വീട്ടുകാരൊക്കെ ഈ ശബ്ദമൊക്കെ കേട്ട് വന്ന് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. അങ്ങനെ ഫയർഫോഴ്സ് 4 മണിക്കൂറോളം കിണറ്റിലകപ്പെട്ട വയോധികയെ വളരെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. SKN വളരെ സാഹസികപരമായി ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ടാണ് ഫയർഫോഴ്സ് ആ ദൗത്യം ചെയ്ത് പൂർത്തിയാക്കിയത്. എന്തായാലും 87 വയസ്സുകാരി ശാന്ത സുരക്ഷിതയാണ്. അവരെന്തായാലും ഒരു 2ാം ജന്മത്തിലേക്ക് തന്നെ വന്നു എന്ന് പറയാം. കാരണം 4 മണിക്കൂറോളമാണ് കിണറ്റിലെ പൈപ്പിൽ ഇങ്ങനെ പിടിച്ച ഈ ശാന്ത എന്ന് പറയുന്ന 87കാരി നിൽക്കേണ്ടി വന്നത്. എന്തായാലും അവർ സുരക്ഷിതയാണ്. അവരെ അടൂർ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ അബദ്ധത്തിൽ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് ഇവർ വീഴുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് വീട്ടുകാരുൾപ്പെടെ ഇത് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. അങ്ങനെ 4 മണിക്കൂറോളമാണ് ഈ കിണറ്റിൽ ഇവർക്ക് അകപ്പെട്ട് കഴിയേണ്ടി വന്നത്. എന്തായാലും ആശ്വാസകരമായി അവരെ ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചിരിക്കുന്ന SKN. ആ വിഷ്വൽ തന്നെയാണ് SKN. ആ സാഹസികമായി ഫയർഫോഴ്സിന്റെ ആ രക്ഷാപ്രവർത്തനം ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും SKN. അത് തന്നെയാണ് ഇത് എന്ത് സംഭവിച്ചതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. എന്തായാലും ആ കിണറ്റിലിറങ്ങിയ അടൂരിലെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ്റെ സല്യൂട്ട്. ശരിക്കും ഈ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു. കാര്യം ഇത്ര കൂടുതൽ മണിക്കൂർ ഇവർ കിണറ്റിൽ പെട്ടുപോയിട്ടും വീട്ടിലുള്ള ആളുകൾ അറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? SKN രാത്രി സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താവശ്യത്തിനാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയെന്ന് അറിയില്ല. വയസ്സായൊരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായും രാത്രി സമയമായതിനാൽ ആരും പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നീട് ശബ്ദമൊക്കെ കേട്ടാണ് വീട്ടുകാരൊക്കെ വന്നതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പിന്നീട് വീട്ടുകാർ വിവരം ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് കേട്ട ഉടൻ ഫയർഫോഴ്സ് അങ്ങോട്ട് എത്തി. പിന്നീട് അങ്ങോട്ട് ശ്രമകരമായ ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ് SKN നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് കുറച്ചധികം നേരം പണിപെട്ട് വളരെ സുരക്ഷിതമായി ഇവർക്ക് ഒരു മറ്റ് അപകടങ്ങളൊന്നും പറ്റാതെ തന്നെ ഇവരെ സുരക്ഷിതമായി ഫയർഫോഴ്സ് പുറത്തെത്തിക്കുകയായിരുന്നു. ഈ ഫയർഫോഴ്സ് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ അഭിനന്ദനം. ഒപ്പം തന്നെ ഈ ശാന്തയ്ക്ക് 87 വയസ്സായി. 87ാം വയസ്സിലും ഇപ്പോഴും വലിയ ഭാഗ്യമുണ്ട് എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ലോട്ടറി എടുത്താൽ അടിക്കും എന്നുള്ളത് തന്നെയാണ് അവസ്ഥ. അത്രമാത്രം ഭാഗ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും അടി താഴ്ചയുള്ള ഒരു കിണറ്റിലേക്ക് വീണ് ഒരു പൈപ്പിൽ തൂങ്ങി നിൽക്കാൻ സാധിച്ചു. അങ്ങനെ 30 അടി കിണറ്റിൽ നിന്ന് 2ാം ജന്മത്തിലേക്ക് 87ാം വയസ്സിൽ ഈ ശാന്ത തിരിച്ചു വരികയാണ് SKN. അത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ ഏറ്റവും. എന്തായാലും ജയശങ്കർ, അമ്മച്ചി ലോട്ടറി എടുത്ത് അടിക്കുമെന്നല്ലേ ജയശങ്കർ പറഞ്ഞത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരാളെന്നുള്ള ജയശങ്കറും ഭാഗ്യവാനാ. അപ്പോൾ ജയശങ്കർ എടുത്തു ഒരു ലോട്ടറി.